രാധയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏതായാലും നന്നായല്ലേ? എന്താ? അല്ല, രാത്രിയിൽ മിനിമോള് രാധയോട് കിടന്നോളല്ലോ. ഓ മതി. പിന്നെ വേണന്റെ കാര്യം എന്തായി? ചേട്ടൻ അന്വേഷിക്കുന്നില്ലേ? രാധ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ എന്ന് കരുത്തില്ല. അതിനവൻ മണ്ടാകുന്ന വരാതെ ഞാൻ എന്ത് ചെയ്യാന്? ആന്റിക്ക് ബോധ്യത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം. ടീച്ചർ പറഞ്ഞു തന്നതാ. എന്ത് രസമാണെന്ന്. അയ്യേ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൻ ഉറങ്ങിക്കും. മമ്മിയും ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി തിച്ചും പേയും പറയുന്നുണ്ടോ നോക്കുക. നല്ല മീനുണ്ട്. വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ പറയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്ട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിക്കാം മമ്മി. എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണേട്ടൻ പഠിപ്പിച്ചു തന്നതാ. അയ്യോ, ഗട്സ് പൊട്ടിപ്പോയല്ലേ ചേട്ടാ. ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗട്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധകരയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് എനിക്കിവിടെ വന്നേ എന്ന് എന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. എന്തോ ഞാൻ രാധയ്ക്ക് YWCയിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കണമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇറക്കടാ. എത്രയായി? 10 രൂപ. അരട്ടെ സാർ. റൈറ്റ്. എടാ അറിയാ, നിന്നെ കണ്ടിട്ട് എത്ര കാലമായടാ. എന്താ അറിയിക്കുന്നത്? ഞാൻ നേരത്തെ പോകുന്നില്ലയാ. നീ വാ. നീ വാ. ഏതായാലും ഇന്ന് ഘോഷിക്കണം. അതിരിക്കട്ടെ. മദ്രാസിലെ കേൾസൊക്കെ എങ്ങനെയുണ്ട്? ഇവനെപ്പോഴും ഈ ഒരു ചിന്ത മാത്രമുള്ള. അയ്യാ,
ഒരു ഗുഡ് ന്യൂസ്. എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഏരിയ മാനേജറായി. ഇവിടെ തന്നെ. ആ ഏരിയ മാനേജർ ആയതുകൊണ്ട് സാറിന് ഇനി ഇവിടെ താമസിക്കാൻ അല്പം വിഷമം കാണും. ഓണാണ്. ഞങ്ങളെല്ലാം വഴപ്പന്മാരാണല്ലോ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ സാറിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായി. എന്തോ വലിപ്പറഞ്ഞായിരിക്കും. എനിക്കിത് കുളിക്കാം. നിക്ക്, നമുക്കൊരു കൂട്ടക്കുളി പാസ്സാക്കാം. ഗുഡ് ഐഡിയ. നടക്ക് നടക്ക്. മദ്രാസിൽ നിന്ന് വന്നല്ലേ, അവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയണേ. ഇനി ഇവനെ കുളിപ്പിക്കുന്ന ജോലി വരെ എനിക്ക്. വരട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വരണം. വരാം. YWC താമസമായി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് മറന്നു കേട്ടോ. മിനിമോടെ ആന്റി പോട്ടെ. ആന്റി ഞാൻ വീട്ടില്ല. ആന്റി പോവണ്ട. മമ്മി ആന്റിയോട് പോവണ്ടെന്ന് പറയാമേ. മോളെ, ആന്റി കുത്തിവെപ്പിക്കാൻ പോവുക. മോളെ എന്നാ മോളെയും ഡോക്ടർ കുത്തിവെക്കും. ആണോ അമ്മി? അതെ. രാധ കയറിക്കോളൂ. പോട്ടെ മോളെ. ടാറ്റാ ടാറ്റാ. ആന്റി കുത്തിവെച്ചിട്ട് വേഗം വരണേ. വരാം മോളെ. പിന്നെ ചാരി വേഗം ഇങ്ങ് കൊണ്ടുവരാം. ടാറ്റാ. കണ്ണു കാണാൻ വയ്യാത്തവ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇവൻ എവിടെ നിന്ന് വന്നതാ? നെഞ്ചത്ത് കയറ്റിക്കൂടാ. തനിക്കപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം കണ്ടുപിടിക്കില്ല. സാറേ 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 മനുഷ്യ തെണ്ടാനാലോചിക്കില്ല. തെണ്ടികള്. സാറേ 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 സാറേ, രണ്ട് കണ്ണും കാണാൻ വയ്യ. ഒരു 10 രൂപ തരണേ. അയ്യോ എന്റെ പൊന്നപ്പൂക്ക, 50 പൈസ ഉരുൾ എടുക്കല്ലേ. നല്ല തടിയാണല്ലോടാ, വേലയെടുത്ത് ജീവിച്ചൂടെ? ഈ നല്ല കണ്ണ് എന്തിനാ കാഴ്ചയില്ലെന്ന് പറയുന്നത്? ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ചെല്ലേ. സാറേ സാറേ എന്തെങ്കിലും തരണേ സാറേ. രണ്ട് കണ്ണും കാണാൻ വയ്യ സാറേ. സാറേ 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 എന്തെങ്കിലും തരണേ സാറേ. സാറേ സാറേ ചേട്ടാ ചേട്ടാ എന്തെങ്കിലും തരണേ ചേട്ടാ. ചേട്ടാ ചേട്ടാ സാറേ സാറേ ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. ചേട്ടാ 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 എന്റെ കാശ് ചേട്ടാ. എന്നെ എടുത്തു തരണേ ചേട്ടാ. എന്നെ സഹായിക്കണേ ചേട്ടാ ചേട്ടാ. സാറേ 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 ഒരു 10 പൈസ തരണേ സാറേ. കയ്യും കാലും കളന്നവരാണ്. ഒരു 10 പൈസ തരണേ. നിങ്ങളെ പോലെ കയ്യും കാലും ഉണ്ടായിരുന്നവനാണ് സാറേ. ഞാൻ നല്ല റെസ്പെക്ടബിൾ ഫാമിലിയിൽ നിന്ന് വന്നതാണ് സാറേ. സാറേ സാറേ ഒരു 10 പൈസ. അമ്മച്ചി അമ്മച്ചി ഒരു 4 തരണേ. തരില്ലേ? അയ്യോ അയ്യോ സാറേ 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 സഞ്ചിക്കാത്ത എന്തെങ്കിലും ഉണ്ടാ സാറേ. സാറേ സാറേ ഒരു 10 പൈസ തരണേ. കയ്യും കാലും കളന്നവനാണ്. അയ്യോ സാറേ 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 ബസ്സിലിരിക്കും സാറേ. സാറേ സാറേ നോട്ടാണെങ്കിൽ ചില്ലറ സാറേ. സാറേ സാറേ കയ്യും കാലും കളന്നവനാണ്. സാറേ സാറേ ഇങ്ങോട്ട് പോയി കയ്യും തലയും പുറത്തെടുത്ത് കേട്ടാ. എന്നെ പോലെ ആയിപ്പോ സാറേ. സാറേ 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 കൈ. ഹലോ ആ ആന്റി. ഓ അമുൽ ബേബി. ഹലോ അങ്കിൾ. പോക്കറ്റില്ലേ? സോറി. ഹായ്. കൊള്ളാലോ. ഇന്നത്തെ കളി മോശം. ഒരു കലക്ഷമില്ല ഇന്ന്. മേഡം സുഖാണോ രാധ? രാവിലെ തുടങ്ങിയത് ആന്റിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. ഞാനിന്ന് ആന്റിയുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുക. അതെയോ? ഇന്ന് രാത്രി മോള് വീട്ടിൽ പോകണ്ട. നാളെ രാവിലെ ആന്റി വീട്ടിൽ കൊണ്ടാക്കാം. മമ്മി ഞാനിന്നിവിടെ കിടക്കട്ടെ? ഡാഡിയോട് ചോദിക്കും. ഡാഡി ബീച്ചിൽ പോയിട്ട് ആലോചിക്കാം. നല്ല ഡാഡി. ഓ മതി, നമുക്ക് ബീച്ചിൽ പോവാം. ജസ്റ്റ് ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം.
രാധയുടെ പഴയ ദുഃഖഭാവം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ? നമുക്ക് ബീച്ചിൽ ടാക്സി പോവാം. സ്കൂട്ടർ ഓടിക്കട്ടെ, പോകുമ്പോൾ എടുക്കാം. എന്തോ നീ വാ, അവിടെ വരും. എത്ര പ്രാവശ്യം നിനക്ക് ബലൂൺ വാങ്ങിച്ചെന്നാ? എല്ലാം പൊട്ടിക്കാവുന്ന പിന്നെ ബലൂൺ ഞങ്ങൾ പൊയ്ക്കോ, നമുക്ക് പിന്നീട് വാങ്ങിക്കാം. വിനി പറയാനാ പറഞ്ഞത്. അവളൊരു ചാദ്യം കണ്ടില്ലേ? വിനിമോളെ നല്ല കുട്ടിയല്ലേ, ആന്റിയുടെ കൂടെ വാ. ഡാഡി, ഞാനിന്ന് ആന്റിയുടെ കൂടെ ഇവിടെ കിടന്നോട്ടെ? ഇവിടെ കിടക്കുന്നതൊക്കെ കൊള്ളാം. എന്തെങ്കിലും കുസൃതി കാണിച്ച് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാം. ഡാഡിക്കും മമ്മിക്കും ഗുഡ് നൈറ്റ്. രാവിലെ തന്നെ വരണം കേട്ടോ. ഞാൻ രാവിലെ കൊണ്ടുവന്നാക്കാൻ ചേച്ചി. രാവിലെ കൊണ്ടുവന്ന് വിടണേ. ടാറ്റാ. ടാറ്റാ. രാവിലെ കിട്ടിയിട്ട് നമുക്ക് നമ്മളെ വേണ്ടല്ലേ? ഇത്ര ദിവസമായി ഞാനൊരു പടം കാണുമെന്ന് പറയുന്നു. അതിന്റെ നല്ലൊരു പടം ഓടുന്നുണ്ട്. നേരം കിട്ടണ്ടേ മോളെ? ബാങ്ക് വിട്ട് കഴിഞ്ഞാൽ വേണമെന്ന് കാമുകനെ തെരഞ്ഞെടുപ്പ് നടത്തും. അത് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും. പിന്നെ എവിടെ സമയം? വേണങ്ങല്ലേ മോളെ? ഇന്ന് വേണമെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് പോയേക്കാം. മിനിമോളില്ലല്ലോ. പഠിച്ചേ വീട്ടിന്റെ ഇഷ്ടം. ഇനി നിന്റെ ആഗ്രഹം നടന്നില്ലെന്ന് വേണ്ട. സെക്കൻഡ് ഷോയ്ക്ക് പോയേക്കാം. ഓക്കെ? ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ചേട്ടാ, ഇവനോട് കുറെ നേരമായി ഉപദ്രവിക്കുന്നു. പെണ്ണുങ്ങളെ സിനിമ കാണാൻ മതിയില്ലല്ലേ? എന്താ ഇത്? എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇത്. ആ തിയേറ്ററിൽ വെച്ച് അത്രയും പേര് ഉന്മേഷം അവളെന്നെ അപമാനിച്ചു. നീയൊക്കെയാണ് അതിന്റെ കാരണക്കാരന്മാർ. എന്റെ അഭിമാനത്തിന്റെ ഒരു ഫുട്ബോൾ നമുക്ക് സമാധാനം എന്റെ ജീവിതത്തിലായത്തെ നീ അവളെ വെറുതെ വിടില്ല. എന്ത് വെറുതെ വിടില്ല? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ഭാവമാണോ? അതേടാ, നീ ആണുങ്ങളുടെ കരണത്ത് അടിക്കും അല്ലടി? അതെ, അടിക്കും. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം. പട്ടി
എന്ത് എന്ത് പറ്റി സാർ? ഇന്ദു, എന്റെ ഇന്ദു അവിടെ. ഇവിടെ കാണുന്നില്ല. നമുക്ക് ഈ വഴി പോയി നോക്കാം. എന്താ സാർ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ ആളുകൾ വല്ലതും വൈകിയാൽ അപകടം. ഈ രാത്രി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ അത്രയും നല്ലതല്ലേ? സാറിന് 4 പേര് അറിയുമെന്നുള്ള ഭയമാ. വരൂ സാർ. നിങ്ങൾ വിഷമിക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോളൂ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. വരൂ.